പിങ്ക് പരീക്ഷണം ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റ് നാളെ മുതൽ അയർലൻഡിൽ. അപ്പോൾ ഓസ്ട്രേലിയയിലെ അശ്വമേധം തുടരാൻ ഇന്ത്യ നാളെ മുതൽ അയർലൻഡിൻ പരമ്പരയിൽ ഏക പിങ്ക് ടെസ്റ്റിന് ഇറങ്ങുന്നു. അപ്പോൾ പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിലും സന്നാഹ മത്സരത്തിലും വിജയം നേടിയാണ് ഇന്ത്യ അയർലൻഡിലേക്ക് എത്തുന്നത്. അപ്പം പെർത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയാണ് വിജയിച്ചത്. അപ്പം അതിൽ വിജയം നേടിയിട്ടാണ് ഇന്ത്യ ഇനി അയർലൻഡിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി ഇന്ത്യൻ ടീം ഇന്നലെയും ഫ്ലഡ്ലിറ്റിന് കീഴിൽ പരിശീലനം നടത്തിയിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി ഇന്ത്യ പരിശീലനം നടത്തിയിരുന്നു. അപ്പോൾ വിദേശ മണ്ണിൽ പിങ്ക് ബോൾ ടെസ്റ്റിൽ ജയിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് പിങ്ക് ടെസ്റ്റിൽ ജയിക്കണം എന്ന വലിയ വെല്ലുവിളിയാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് വിട്ടുനിന്ന രോഹിത് ശർമ്മയ്ക്ക് പകരം ജസ്പ്രീത് ബുംറയായിരിക്കും പെർത്തിൽ ഇന്ത്യയെ നയിച്ചത്. ഓക്കെ, അപ്പം രോഹിത് ശർമ്മ, നിലവിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു. അപ്പോൾ രോഹിത് ശർമ്മയുടെ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചതോടെ രോഹിത് ശർമ്മ മാറി നിന്നിരുന്നു. അപ്പോൾ ബുംറയായിരുന്നു പെർത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ നയിച്ചിരുന്നത്. അപ്പം മടങ്ങിയെത്തിയ പ്രൈം മിനിസ്റ്റേഴ്സ് 11-മായുള്ള സന്നാഹ മത്സരത്തിൽ ക്യാപ്റ്റനായി ഇറങ്ങിയ രോഹിത്തിന് കീഴിലാകും ഇനിയുള്ള മത്സരങ്ങൾ ഇന്ത്യ കളിക്കാനിറങ്ങുന്നത്. അപ്പോൾ പരിക്ക് മൂലം ആദ്യ ടെസ്റ്റിൽ നിന്ന് വിട്ടുനിന്ന ഗില്ലും സന്നാഹ മത്സരത്തിൽ കളിച്ചിരുന്നു. അപ്പോൾ രോഹിത്തും ഗില്ലും പ്ലേയിങ് 11-ലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇന്ത്യൻ ബാറ്റിങ്ങിലെ ലൈനപ്പ് എങ്ങനെയായിരിക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അപ്പോൾ രോഹിത്തും ഗില്ലും ഇനിയിപ്പം കളിക്കിറങ്ങുന്നുണ്ട്. അപ്പം അവരും കൂടെ എത്തുമ്പോഴത്തേക്കിനും ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് എങ്ങനെയാണെന്നാണ് ആരാധകരെല്ലാം വളരെയധികം ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്. അപ്പം പെർത്തിലെ രണ്ടാം ഇന്നിങ്സിൽ തകർത്താടിയ ജയ്സ്വാൾ KL രാഹുൽ സഖ്യത്തെ അയർലൻഡിലും ഓപ്പണിംഗ് തുടരാൻ അനുവദിച്ചേക്കും. അപ്പം പെർത്തിൽ നടന്ന മത്സരത്തിൽ ജയ്സ്വാളും KL രാഹുലുമാണ് കൂടുതലായിട്ടും ഓപ്പണിങ്ങിൽ നടിച്ചത്. അപ്പോൾ ഇത് തന്നെയായിരിക്കും അയർലൻഡിലും അവർ നടത്തുന്നത്. അപ്പോൾ എന്താണേലും പിങ്ക് പരീക്ഷണം. അപ്പം ഇന്ത്യ ജയിക്കണമെന്നാണ് ഇന്ത്യക്കാർ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ജയിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.